ഇപ്പോൾ MLA ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചു. ഇന്ന് തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ തുടങ്ങുമ്പോൾ 10 മണിവരെ തിരച്ചിൽ തുടരുമെന്നുള്ള കാര്യമൊക്കെ അറിയുന്നു. എന്താണ് അതിന്റെ ശരിയായ രൂപം, എന്താണ് വ്യക്തത, എന്താണ്? പക്ഷേ ഇന്ന് വിവിധ സേനാ വിഭാഗങ്ങൾ ചേർന്ന് നടത്തിയ യോഗത്തിന് ശേഷം നാളത്തെ മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ MLA വിവരിച്ചത്. സതീഷ് കൃഷ്ണ സൈൻ വിവരിച്ചത് നാളെ നടത്താൻ പോകുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 6 മണി വരെ ഇപ്പോൾ 10 മണി വരെ വേണമെങ്കിൽ തുടരാവുന്ന സാഹചര്യമുണ്ട്. പക്ഷെ കാലാവസ്ഥ മോശമാവുകയാണെങ്കിൽ തീർച്ചയായും അത് അസാധ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അത് സാധ്യത കുറവാണ്. കാരണം കാലാവസ്ഥ മോശമാവുന്ന സാഹചര്യത്തിൽ അവിടെ നിൽക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ 10 മണി വരെ തുടരും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നീളൻ കൈയുള്ള ഒരു മണ്ണുമാന്തി കൂടി ഇവിടേക്ക് 1-2 മണിക്കൂറിനുള്ളിൽ ഈ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മണ്ണുമാന്തികൾ ഇപ്പോഴത്തെ വിധത്തിൽ പ്രവർത്തനം തുടരുകയും ചെയ്യും. കൂടുതൽ മണ്ണുമാന്തികൾ കൊണ്ടുവരികയും തുടരുകയും ചെയ്യും. ആ മണ്ണുമാന്തി പ്രവർത്തനങ്ങൾ 10 മണി വരെ തുടരാനുള്ള ശ്രമമുണ്ട്. പക്ഷേ കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം, നാളെ രാവിലെ മുതൽ തന്നെ ഈ തെരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അത് അനുസരിച്ച് കൂടുതൽ കരസേനയും ഒക്കെ വരുന്ന വിധത്തിൽ കൂടുതൽ കാര്യങ്ങൾ എത്തുന്നു എന്ന വിധത്തിൽ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിക്കുന്നു. നാവികസേനയ്ക്ക് അതിന്റെ തിരച്ചിൽ തുടരാനുള്ള സംവിധാനമാണ്. നാവികസേന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി ഊർജിതമായ ശ്രമം നടത്തുന്നു എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ഈ തിരച്ചിലെല്ലാം കാലാവസ്ഥ പ്രതികൂലമാണ്. പക്ഷെ അപ്പോഴും നാളെ എങ്ങനെ ഏകോപിപ്പിച്ച് ഇത് തുടരണം എന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും പറയുന്നത്. അതിന് അനുസരിച്ചുകൊണ്ട് ഉള്ള രക്ഷാ സംവിധാനങ്ങൾ, അതിനനുസരിച്ചുള്ള മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. നാളത്തെ ദിവസം നിർണായകം. നാളത്തെ ദിവസങ്ങളിൽ ഒരു റിസൾട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്നത്തെ യോഗം സമാപിച്ചത് എന്നാണ് സതീഷ് കൃഷ്ണ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നാളത്തെ ദിവസം തീർച്ചയായും ഈ ട്രക്കിന്റെ കാര്യത്തിൽ പറയുന്നത് ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്, ട്രക്കാണ് എന്ന് തന്നെ ഉറപ്പിക്കുന്നു. പക്ഷേ അവസാനം കണ്ടെത്തി മാത്രം നമുക്ക് അക്കാര്യത്തിൽ ഏത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉറപ്പിക്കാം. ആ അന്തിമ തീരുമാനം ഉറപ്പിച്ചു പറയൽ അതിന് ശേഷമാകാം എന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രക്കിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. ആ പ്രദേശത്ത് തിരച്ചിൽ ശക്തമാക്കുന്നു. കൂടുതൽ സേനാ വിഭാഗങ്ങളെയും കൂടുതൽ യന്ത്രങ്ങളും അവിടേക്ക് എത്തിക്കുന്നു. നാളെ രാവിലെ മുതൽ തന്നെ ഇതിന്റെ വളരെ തിരക്കിട്ടുകൊണ്ട് അവിടെ ആ പ്രദേശത്തേക്ക് കടന്നെത്താൻ, ആ നദിയുടെ അടിത്തട്ടിലേക്ക് കടന്നെത്താൻ, ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആ ട്രക്ക് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാം എന്നുള്ള തീരുമാനമാണ് ഇന്നത്തെ യോഗമെടുത്തിട്ടുള്ളത്. കൂടുതൽ വിദഗ്ധരെത്തുന്നു, കൂടുതൽ സാങ്കേതിക വിദഗ്ധരെത്തുന്നു, കൂടുതൽ യന്ത്രങ്ങൾ എത്തുന്നു. ആ പ്രദേശത്ത് കൂടിക്കിടക്കുന്ന മണ്ണ് പൂർണ്ണമായും കോരിക്കളയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അത് ഇന്ന് 10 മണി വരെ തുടരും. നാളെ രാവിലെ നേരത്തെ തന്നെ ആരംഭിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അത് ഏതാണ്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ 1-1.5 മണിക്കൂർ മുമ്പ് തന്നെ വളരെ കൂടുതലായി പ്രാദേശികമായി കൊണ്ടുവരാവുന്ന മണ്ണുമാന്തികൾ പൂർണ്ണമായും അവിടേക്ക് എത്തിക്കുക എന്ന ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഒരു തുടർച്ച ഇപ്പോൾ പറയുന്നു. പക്ഷേ അപ്പോഴും നേരത്തെ പറഞ്ഞത് വളരെ നിർണായകമാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു, ഇന്നലെ മുതൽ പറഞ്ഞതാണ്. അത് കൂടുതൽ നീളക്കൈയുള്ള ആ യന്ത്രം ഒരു വട്ടം കൂടി കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. 1-2 മണിക്കൂറിനുള്ളിൽ എത്തിക്കാൻ കഴിയും എന്ന് പറയുന്നു.